അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം ഇന്ന് ജന്മനാട്ടിൽ എത്തിക്കുകയാണ്. രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹം ബന്ധുക്കളും സർക്കാർ പ്രതിനിധികളും ചേർന്നാണ് ഏറ്റുവാങ്ങുക. പത്തനംതിട്ടയിലെത്തിക്കുന്ന മൃതദേഹം ചടങ്ങുകൾക്ക് ശേഷം സംസ്കരിക്കും. അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തിൽ മരണപ്പെട്ട പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ ഭൗതികദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. മലയാളി നഴ്സ് രഞ്ജിത ഗോപകുമാറിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് അമ്മയുടെ സാമ്പിൾ ശേഖരിച്ചതിലൂടെ തിരിച്ചറിഞ്ഞത്. DNA പരിശോധനയിലൂടെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. അമ്മയുടെ DNA സാമ്പിളുമായി യോജിച്ചതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയായിരുന്നു. രഞ്ജിതയുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കുമെന്നും സംസ്കാരം ഇന്ന് നടത്തുമെന്നും ബന്ധുക്കൾ അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തും. സംസ്ഥാന സർക്കാർ പ്രതിനിധികളും കുടുംബാംഗങ്ങളും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങും. തുടർന്ന് പത്തനംതിട്ടയിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകും. പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം നടത്തും. വൈകിട്ടോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ജനം, തിരുവനന്തപുരം. വിവരങ്ങളുമായി ശാലിനിയുണ്ട്. ശാലിനി, രഞ്ജിതയുടെ മൃതദേഹം രാവിലെയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. മൃതദേഹം അവിടെ എത്തിച്ചിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? രാഖി 6:50 എയർ ഇന്ത്യയുടെ വിമാനത്തിൽ രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇത് കുടുംബവും അതുതന്നെയായിരുന്നു ഇന്നലെ അറിയിക്കുകയും ചെയ്തത്. ദിവസങ്ങൾ നീണ്ട ആശങ്ക, ദിവസങ്ങൾ നീണ്ട പ്രാർത്ഥന, ഇതൊക്കെ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാരണം ഈ ഒരു അഹമ്മദാബാദ് വിമാനാപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ അതിലൊരു മലയാളി നേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത ആശങ്കയോടെയാണ് നാട് ഒന്നാകെ കേൾക്കുകയും ചെയ്തത്. അതിനുശേഷം ആ മൃതദേഹം കണ്ടെത്താനുള്ള രഞ്ജിത എവിടെ ആയിരുന്നു, അല്ലെങ്കിൽ രഞ്ജിത എവിടെ എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സഹോദരൻ അവിടെ അഹമ്മദാബാദിലെത്തുകയും മൃതദേഹം DNA പരിശോധന നടത്തി കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിരുന്നുവെങ്കിലും അത് കണ്ടെത്താൻ പിന്നീട് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് അമ്മയെ അവിടെ എത്തിച്ച് അമ്മയുടെ സാമ്പിൾ ശേഖരിച്ച ശേഷമാണ് ഈ ഒരു മൃതദേഹം ഇപ്പോൾ ആശുപത്രി അധികൃതർ തിരിച്ചറിയുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് ഇന്നലെ വൈകിട്ടോടുകൂടി വിട്ടു നൽകുകയും ചെയ്തത്. വിട്ടു നൽകിയ മൃതദേഹമാണ് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് എത്താൻ പോകുന്നത്. തിരുവനന്തപുരത്ത് എയർ ഇന്ത്യയുടെ തന്നെ പ്രത്യേക വിമാനത്തിലാണ് ഈ ഒരു മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത്. മന്ത്രി V. ശിവൻകുട്ടി, ഒപ്പം തന്നെ മന്ത്രി GR അനിൽ അടക്കമുള്ളവർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സർക്കാർ പ്രതിനിധികളായും മൃതദേഹം ഏറ്റുവാങ്ങും. പിന്നീട് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന മൃതദേഹം ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തിരുവല്ല പുല്ലാട് എത്തിക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ബന്ധുക്കൾ അറിയിക്കുന്ന വിവരം. പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തും. അപകടം നടന്ന് 11ാം ദിവസമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആദ്യ DNA പരിശോധനയിൽ തിരിച്ചറിയാതെ ഇരുന്നതും പിന്നീട് രണ്ടാമത്തെ വീണ്ടും DNA പരിശോധന നടത്തിയാണ് മൃതദേഹം ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തത്. കുടുംബാംഗങ്ങളടക്കമുള്ളവർ ഇപ്പോൾ ഇവിടെ ഉണ്ട്, സർക്കാർ പ്രതിനിധികളുണ്ട്. ഒപ്പം തന്നെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് അടക്കമുള്ളവർ ഈ മൃതദേഹം ഏറ്റുവാങ്ങാനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ഡൊമസ്റ്റിക് കാർഗോ ഗേറ്റിലേക്കാണ് ഈ ഒരു മൃതദേഹം എത്തിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ആർക്കും സഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ആ ഒരു മൃതദേഹം ഏറ്റുവാങ്ങുക എന്നുള്ളത്. ഈ ഒരു ഗേറ്റിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കകൾ, വ്യാകുലതകൾ, അത് വലിയ മാനസിക സമ്മർദ്ദം തന്നെയാണ്. എന്തായാലും പുല്ലാട് നിവാസികൾക്ക് മുൻപിലേക്ക് രഞ്ജിത അവസാനമായി ഇന്ന് എത്താൻ പോവുകയാണ്. മാസങ്ങൾക്ക് മുൻപാണ് നാട്ടിലേക്ക് തിരികെ എത്താനും ഇവിടുത്തെ ഡിസ്പെൻസറിയിൽ ലഭ്യമായ സർക്കാർ ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കാനും ഒക്കെയുള്ള നടപടികളിലേക്ക് രഞ്ജിത കടക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അപകടം ഉണ്ടാകുന്നതിന് 3 ദിവസം മുൻപ് കേരളത്തിലേക്ക് എത്തുകയും പത്തനംതിട്ടയിലെത്തി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും അവധി സംബന്ധിച്ച രേഖകളൊക്കെ തന്നെ പൂർത്തീകരിച്ച് തിരികെ മടങ്ങാനുള്ള, ലണ്ടനിലേക്ക് മടങ്ങാനുള്ള വിമാനം കയറുകയും ചെയ്തത്. ആദ്യം പത്തനംതിട്ടയിൽ നിന്ന് പിന്നെ ചെന്നൈയിലേക്കും, ചെന്നൈയിൽ നിന്നും കണക്റ്റിംഗ് ഫ്ലൈറ്റിൽ അഹമ്മദാബാദിലേക്കും, അഹമ്മദാബാദിൽ നിന്ന് എയർ ഇന്ത്യയുടെ വിമാനത്തിലുമായിരുന്നു യാത്ര തിരിക്കാൻ തീരുമാനിച്ചിരുന്നത്. അവസാന നിമിഷങ്ങളിൽ അയച്ച സന്ദേശമൊക്കെ വളരെ വേദനാജനകമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും 6:50 ഈ ഒരു മൃതദേഹം പുറത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഇവിടെ കാര്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഇനി ഇല്ല. മൃതദേഹം ഏറ്റുവാങ്ങി ചെറിയ രീതിയിലുള്ള ഒരു പൊതുദർശനം, അത് ഇവിടെ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോഴുള്ള ഒരു പൊതുദർശനം അടക്കം
അടക്കമുള്ള നടപടികളുണ്ട്. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അത് വിലാപയാത്രയായി തന്നെ ഇവിടെ നിന്ന് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മന്ത്രിമാരായ GR അനിലുണ്ട്, ഒപ്പം തന്നെ V ശിവൻകുട്ടിയുണ്ട്. സർക്കാർ പ്രതിനിധി എന്ന നിലയിൽ V ശിവൻകുട്ടിയാണ് ഈ ഒരു മൃതദേഹം ഏറ്റുവാങ്ങാൻ പോകുന്നത്. ഒപ്പം തന്നെ CPMൻ്റെ മുതിർന്ന നേതാക്കന്മാർ, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ MA ബേബി, CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ഉണ്ട്. BJPയുടെ പ്രതിനിധി എന്ന നിലയിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് അടക്കമുള്ളവരും ഇവിടെയുണ്ട്. പിന്നീടുള്ളത് ബന്ധുക്കളാണ്, രഞ്ജിതയുടെ ബന്ധുക്കളടക്കമുള്ളവരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം മൃതദേഹം പുറത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ ആശങ്ക നിറഞ്ഞ മണിക്കൂറുകളായിരുന്നു നമുക്കന്ന്. ഈ അപകടം നടന്ന 11 ദിവസങ്ങൾക്ക് മുൻപ് അഹമ്മദാബാദിൽ പറന്നുയർന്ന ഒരു വിമാനം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുമ്പോൾ തന്നെ അതിൽ എത്ര മലയാളികൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആരൊക്കെയായിരിക്കും ആ മലയാളികൾ എന്നുള്ളൊരു ചോദ്യം അന്ന് വലിയ രീതിയിൽ ഉയർന്നിരുന്നു. പക്ഷേ പിന്നീടാണ് അതിൽ ഏക മലയാളി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് പത്തനംതിട്ട പുല്ലാട് സ്വദേശിനിയാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ, അതിൻ്റെ ടിക്കറ്റ് ഡീറ്റെയിൽസ് പുറത്തു വരുമ്പോൾ വളരെ വേദനയോടു കൂടിയാണ് നാടൊന്നാകെ ആ വാർത്തയെ കേട്ടതും. കേരളത്തിൻ്റെ കണ്ണീരായി, നാടിൻ്റെ കണ്ണീരായി രഞ്ജിത മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൻ്റെ മകൾ എന്ന് തന്നെയാണ് ഓരോ ആളുകളും ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലും അടക്കം കുറിക്കുകയും ചെയ്തത്. അങ്ങനെ ആശങ്ക നിറഞ്ഞ മണിക്കൂറുകളിലൂടെയാണ് പിന്നീട് കടന്നു പോവുകയും ചെയ്തത്. പിന്നീട് മൃതദേഹം തിരിച്ചറിയാനുള്ള, മൃതദേഹം കണ്ടെത്താനുള്ള നടപടിക്രമങ്ങളിലേക്കായിരുന്നു നമ്മൾ കടക്കുകയും ചെയ്തത്. ആദ്യഘട്ടം പരാജയപ്പെട്ടിരുന്നുവെങ്കിലും രണ്ടാം ഘട്ടത്തിൽ അത് വിജയത്തിലേക്ക് എത്തുകയും DNA സാമ്പിളുകൾ തിരിച്ചറിയുകയും ഒപ്പം തന്നെ രഞ്ജിതയുടെ മൃതദേഹം കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുകയാണ്. വലിയ സാമ്പത്തിക സഹായം എയർ ഇന്ത്യ അടക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് സാമ്പത്തിക സഹായത്തിനപ്പുറം ഒരു ജീവൻ്റെ അത്താണി, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ അത്താണി കൂടിയായിരുന്നു രഞ്ജിത എന്നുള്ളതാണ് ഇപ്പോഴും ഒരു വേദനാജനകമായി നിൽക്കുന്നത്. കാരണം അമ്മയും പ്രായമായ അമ്മയാണ്, ഒപ്പം തന്നെ 2 കുഞ്ഞു കുട്ടികളുണ്ട്. ആ 2 കുഞ്ഞു കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ് നാടും നഗരവും ഒക്കെ കടന്നങ്ങ് ലണ്ടനിലേക്ക് പോയതും ഒപ്പം തന്നെ ആ നഴ്സിംഗ് ജോലിയുടെ ഭാഗമായി ജോലിക്ക് ഇറങ്ങുകയും ചെയ്തത്. എന്തായാലും അതെല്ലാം വിഫലമായി വീടെന്ന ആഗ്രഹം പാതി വഴിയിൽ ഇട്ടുകൊണ്ടാണ് രഞ്ജിത യാത്രയാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ രഞ്ജിതയുടെ വിഷമം, ആ രഞ്ജിതയുടെ കണ്ണീര് ഒക്കെ തളം കെട്ടി ഇപ്പോഴും ഓരോ അടുത്തും നിൽക്കുകയാണ്. എന്തായാലും ഓരോ മനുഷ്യനും, ഓരോ മലയാളികളും വളരെ കണ്ണീരോട് കൂടിയാണ് ഈ വാർത്ത ശ്രവിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നീണ്ട 11 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി DNA ഫലം തിരിച്ചറിഞ്ഞ് അങ്ങനെ അല്പസമയത്തിനകം രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തും. തിരുവനന്തപുരത്തെത്തി സർക്കാർ പ്രതിനിധികൾ ഏറ്റുവാങ്ങിയ ശേഷമായിരിക്കും ഈ ഒരു മൃതദേഹം ഇവിടെ നിന്നും പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുപോവുക. നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെയും പൊതുദർശനമുണ്ട്. പൊതുദർശനം ഒപ്പം തന്നെ സ്കൂളിൽ പൊതുദർശനമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് എത്തിക്കുക. വീട്ടിലെത്തിയതിന് ശേഷം മറ്റ് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. വൈകിട്ടോടെയാണ് സംസ്കാരം നടക്കുക എന്നുള്ളതാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. ഇവിടെ സർക്കാർ പ്രതിനിധികൾ ഏറ്റുവാങ്ങുന്ന മൃതദേഹം പോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക അനുശോചനം അല്ലെങ്കിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വിവിധ മന്ത്രിമാരടക്കമുള്ളവർ, സംസ്ഥാന സർക്കാർ പ്രതിനിധികളടക്കമുള്ളവർ പുല്ലാട്ടെ വീട്ടിലേക്കും എത്തും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം മൃതദേഹം കാർഗോ ഗേറ്റ് വഴി പുറത്തേക്ക് വരും. രാഖി.